പിന്നെ ശശീന്ദ്രനെതിരായിട്ട് പെൺകുട്ടി പിന്നെ പരാതിപ്പെട്ടില്ലല്ലോ. അതേപോലെ തന്നെ മുകേഷിനെതിരായിട്ടും പരാതിപ്പെട്ടില്ലല്ലോ. ധാർമ്മിക പരാതി ഇപ്പോൾ എനിക്കെതിരായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിന്നെ പരാതി ഉന്നയിക്കാമല്ലോ. അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടിനെതിരായിട്ട് വേറെ ഒരു തെളിവില്ലാതെ ഒരു പരാതി പിന്നെ പറഞ്ഞാൽ അത് നമുക്ക് അത് എടുക്കണമെന്നില്ല. ഇതിപ്പോൾ ഒന്നല്ലല്ലോ. ഇപ്പം ഓരോ ദിവസവും ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അത് ഓരോ ദിവസവും ഓരോ ടൈപ്പ് രീതി, ഓരോ ടൈപ്പ് പരാതി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ പരാതി പറയുന്നത് പത്രക്കാരല്ലല്ലോ, ഇരകളാണല്ലോ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം പറഞ്ഞ് ട്യൂഷൻ പഠിപ്പിച്ചവർ പോലും പറയല്ലേ. അതാണ് ഞാൻ അപൂർവങ്ങളായിട്ടുള്ള ഒരു കേസാണ് ഈ കേസ്. ഷാഫിയുടെ സ്കൂളിലാണ് ഇവരെല്ലാം പഠിച്ചത്. അപ്പോൾ ഹെഡ് മാസ്റ്ററെ പറ്റി സംശയിക്കേണ്ടതുണ്ടോ? ഷാഫി ഒന്നും മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം പിന്നെ ആൾക്കാർ സംശയിക്കും. അവരാണല്ലോ പറയുന്നത് ഞങ്ങളുടെ ഷാഫി പറമ്പിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഷാഫി പറമ്പിൽ സ്ഥലം വിട്ടുപോയെന്നാണ് പറയുന്നത്. ഷാഫി പറമ്പിലിന് പോലും പിന്നെ തൻ്റെ സ്കൂളിൽ പഠിച്ച കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ സ്ഥലം വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഇതിനപ്പുറം ഗതികേടായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പിന്നെ രാജിവെച്ചു. അപ്പം ഇപ്പം യൂത്ത് കോൺഗ്രസിന് നാഥനില്ല. യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് പറയേണ്ടതല്ലേ, പുതിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഉടനെ MLA സ്ഥാനം രാജിവെക്കണം. ഇനി ഈ കോൺഗ്രസ്സുകാർക്ക് കേരളത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്യൂ? മനസാക്ഷിയുള്ള, നമ്മുടെ പിന്നെ സ്ത്രീകളോട് ബഹുമാനമുള്ള, അമ്മയും പെങ്ങളുമുള്ള ആരെങ്കിലും ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകും? വോട്ട് ചെയ്യാൻ വേണ്ടി പോവില്ല. എവിടെ? അതെ, സ്കൂളിൽ ബോംബ് പൊട്ടിയൊരു വിഷയം ഉണ്ടായിരുന്നു. ബോംബ് ഉഗ്രസ്ഫോടന ശേഷിയുള്ള ഒരു വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതെ, ഇന്നിപ്പം റിപ്പോർട്ട് കിട്ടിയായിരുന്നു. പാലക്കാട് വ്യാസ വിദ്യാപീഠ സ്കൂളിലാണ് സംഭവം നടന്നത്. പ്രീ പ്രൈമറി സ്കൂളിൻ്റെ സമീപത്താണ് ഈ സംഭവം നടന്നത്. കോമ്പൗണ്ടിനകത്ത് 4 ബോംബുണ്ടായിരുന്നു. ഉഗ്ര സ്ഫോടക ശേഷിയുള്ള വസ്തു എന്ന് പറയാം, ബോംബെന്നോ അങ്ങനെ പറയാം. 4 എണ്ണം ഉണ്ടായിരുന്നു. 1 പൊട്ടിത്തെറിച്ചത്, 3 എണ്ണം പോലീസ് എടുത്തു. ഇപ്പോഴും അത് പോലീസ് അന്വേഷണം നടത്തുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. RSSൻ്റെ ക്യാമ്പ് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. RSSന് ഇതിനോട്ട് നല്ല ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് ബോംബ് അവർ തയ്യാറാക്കി ഇതിനെ കുഴിച്ചിടുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ആവശ്യത്തിനെടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിലെ ഒരു കാര്യം ഞാൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. CBSE സ്കൂളായതുകൊണ്ട് മറ്റു നടപടി എടുക്കാനുള്ള അധികാരാവകാശം ഞങ്ങൾക്കില്ല. പക്ഷേ NOC കൊടുക്കുന്നത് ഞങ്ങളാണ്, നോൺ ഒബ്ജക്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഞങ്ങളാണ്. അത് ഏത് വിദ്യാലയത്തിലായിരുന്നാലും. അപ്പം അതുകൊണ്ട് ഈ വിദ്യാലയങ്ങളിൽ കോമ്പൗണ്ടുകളിൽ ഇത്തരം സ്ഫോടക വസ്തുവും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള ബോംബുകളും പിന്നെ പൊട്ടിത്തെറിച്ച സാഹചര്യത്തിൽ അത് മാനേജ്മെൻറ്റും സ്കൂളും അറിയേണ്ട കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് നൽകിയിട്ടുള്ള NOC പിൻവലിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ആ കാരണം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് സർവ് ചെയ്യുന്നതിന് വേണ്ടി പാലക്കാട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും, CBSE ആയിക്കോട്ടെ മറ്റേതെങ്കിലും വിഷയം ആയിക്കോട്ടെ, കേരളത്തിലെ ഒരു ക്യാമ്പസുകളിലും ഈ മാരക ആയുധങ്ങളുടെ പ്രാക്ടീസ് നടത്താൻ വേണ്ടി അനുവദിക്കില്ല. അതിപ്പം RSSനുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളായിരുന്നാലും വിശ്വഭാരതിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്കൂളായിരുന്നാലും ഏത് മാനേജ്മെൻ്റ് ആയിരുന്നാലും മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമല്ല. അങ്ങനെ നടത്തിയാൽ അത്തരം സ്കൂളിൻ്റെ NOC പിൻവലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.